യേശു പറഞ്ഞത് എന്റെ ആലയം പ്രാർത്ഥനാലയം എന്നത്രേ. यीशु मसीह कहा है मेरा आराधनालय प्रार्थनाराधनालय है. നാം ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ നമുക്ക് പാപക്ഷമ ലഭിക്കും. हम आराधनालय में जाते हैं, पापों से मुक्ति मिलता है. രോഗികളും പാപികളുമായിരിക്കുന്ന ആളുകൾക്ക് ദൈവത്തിന്റെ ദൈവദാസന്മാരുടെ ശുശ്രൂഷ അനുഭവിക്കുവാൻ കഴിയും. और पापी या बीमारी हो उन्होंने आते हैं, उनको मुक्ति पाते हैं. യേശുവിന്റെ ശിഷ്യന്മാരായിട്ട് ജനത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ളതായ ശുശ്രൂഷകൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. यीशु का शिष्य बनाने के लिए, लोगों को मन फिरावट में लाने के लिए सेवकाई भी वहां पर पाया जाता है. എല്ലാ ദൈവാലയത്തിലും ഇങ്ങനെ നടന്നു കാണുവാൻ അത്ര ദൈവം ആഗ്രഹിക്കുന്നത്. हरेक मंदिर में यही देखने के लिए यीशु मसीह चाहता है. അനേകം വ്യക്തികൾ ദേവാലയത്തിൽ കടന്നു വരുന്നത് എന്താണ്, അവർക്ക് സത്യം എന്താണെന്ന് അറിയുവാനുള്ള ആഗ്രഹം കൊണ്ടത്രേ. बहुत सारे लोग आराधनालय में आते हैं, सच्चाई क्या है उसमें से जानकारी मिलने के लिए. എന്നാൽ പലരുടെയും പ്രസംഗ വിഷയം എന്ന് പറയുന്നത് ലോകപരമായിട്ടുള്ളതായ തത്വചിന്തകൾ അത്രേ. आज के दिनों में हम देखते हैं ये संसारिक लोग इन्हें देखते हैं दुनिया की कल्पनाओं को मनन करने के लिए. സത്യവചനം ജനത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സത്യത്തിലേക്ക് അവരെ നയിക്കുന്നതിന് പകരം അവര് അന്ധതയിൽ തന്നെ ആയിരിക്കുന്ന അവസ്ഥ. सच्चाई वचन सिखाने के समय जो उपयोग नहीं करते हैं उनका मन भावनी को सिखाने के लिए आग्रह रखते हैं. സത്യവചനം അറിയാത്ത വ്യക്തികളെല്ലാം തന്നെ അന്ധന്മാരത്രേ. और सच्चाई वचन नहीं मानते हैं वो लोग अंधे हैं. മുടന്തന്മാരായ ആളുകളെയും നമുക്ക് ഈ പുറത്തുള്ളതായ പ്രാകാരത്തിൽ കാണുവാൻ കഴിയും. लेगड़े वालों को भी जो सार में देख सकते हैं. അവർ വളരെ ദുർബലന്മാരാണ്. അവർക്ക് സ്വയമായിട്ട് നടക്കുവാൻ കഴിയുന്നില്ല. അവർക്ക് ദൈവത്തിന്റെ ശക്തി ആവശ്യമായിരിക്കും. और लगड़े वालों को और अपना आप स्वयं चल नहीं सकते हैं और आराधनालय में उनको चंगाई मिलने के लिए उन्होंने आते हैं. ആ സമയത്ത് കുരുടന്മാരും മുടന്തന്മാരും യേശുവിന്റെ അടുക്കലേക്ക് വന്നു. जो समय अंधे और लंगड़े वाले भी मसीह की ओर आया है. യേശു അവരെ സൗഖ്യമാക്കി. यीशु मसीह ने उनको चंगाई दी है. എന്നാൽ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. और महायाजकों फरीसियों को और ज्ञानितों को और अच्छे मन नहीं लगा. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു എന്ന വീര്യപ്രവൃത്തിയും കണ്ടിട്ട് അവിടെ നിന്നതായ ബാലന്മാർ ഹോശന്ന എന്ന് പറഞ്ഞ് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചു. ये आश्चर्य काम कर्म देखते हुए मसीह ने किया, जो आश्चर्य काम देखते हुए बालकों और आनंद मनाया है. ബാലന്മാര് ദൈവത്തെ പാടി സ്തുതിക്കുന്നത് കണ്ടപ്പോൾ അവർക്കാർക്കും അതെ ശാസ്ത്രിമാർക്കും പുരോഹിതന്മാർക്കും ഇത് അവർക്ക് നീരസമുണ്ടായി എന്ന് പറയും. शास्त्री या महायाजक ये बालकों ने मसीह को इतनी तारीफ देता है, देखते हुए उनको मन नहीं लगा. യേശു അവരോട് പറഞ്ഞത്, കുഞ്ഞുങ്ങളുടെ മുലകുടിക്കുന്നവരുടെ വായിൽ നിന്ന് പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന്. यीशु मसीह उनको कहा और बालकों और दूध पिलाने वाले पीने वाले बच्चों के मुंह में परमेश्वर ने महिमा रखा गया है. നാം ആലയത്തിൽ കടന്നിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനത്രേ. आराधनालय में जाते हैं यहोवा की और प्रार्थना करने के लिए. നാം പ്രാർത്ഥിക്കുമ്പോൾ നാം മനുഷ്യരെ പോലെ പെരുമാറുന്നു. प्रार्थना करते हैं मनुष्य की राय काम करते हैं. കാരണം നമുക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ അത് സാധ്യമായി തീരുന്നതിന് വേണ്ടി അത്രേ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. हमारे से काम नहीं होते हैं, ऐसे काम को सफलता में लाने के लिए हम प्रार्थना करते हैं. ദൈവത്തിന്റെ ആലയത്തിൽ നാം കടന്നു ചെല്ലുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर की आराधनालय में आते हैं, परमेश्वर को महिमा देता है. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നാം ദൈവദൂതന്മാരെ പോലെ പ്രവർത്തിക്കുന്നു. हाँ, धन्य देता है, धन्य कहते हैं, स्वर्गीय दूतों की न्याय हमारा मन होते हैं. ദൈവദൂതന്മാരുടെ പ്രധാന ജോലി ദൈവത്തെ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക എന്നുള്ളത് അത്രേ.
और स्वर्गीय दूतों की काम परमेश्वर को महिमा चढ़ाते हैं। അപ്പോ അവിടെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയർന്നപ്പോൾ, അവിടെ സ്തുതി ഉയർന്നപ്പോൾ, ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ, അത് അവിടെയുള്ളതായ ഭരണാധികന്മാർക്ക്, ശാസ്ത്രിമാർക്കും പുരോഹിതന്മാർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. वहां पर बालकों को, बच्चों का मुंह से ऐसे प्रकार की शब्द आनंद ये आया है, तब शास्त्रियों और प्रधान याजकों इत्यादि लोगों को अच्छे मन नहीं लगाया। അത് നിരാലംബരായ ചിലർക്ക് വിടുതലുണ്ടായപ്പോൾ, അത് അവർ ദൈവത്തെ സ്തുതിക്കുന്നതിന് ജനം തയ്യാറായപ്പോൾ, അത് മറ്റുള്ളവർക്ക് നീരസമുണ്ടായി. और आश्रय नहीं और जिंदगी संकोच है, वो लोगों को मसीह ने चंगाई दिया है जो देखते हुए अधिकारियों और उदासी बन गई है। ഇന്നത്തെ ഈ കാലഘട്ടങ്ങളിലും വിടുതൽ നടക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ, അത് പലർക്കും ഇഷ്ടപ്പെടാറില്ല. आजकल दिनों में भी परमेश्वर की आत्मा से और भरपूर होकर आश्चर्य चिन्ह काम देखते हुए और ऐसे इत्यादि और विरोधियों को अच्छे मन नहीं लगा है। അതെ, ആത്മനിറവുള്ളതായ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയും ശുശ്രൂഷയും വ്യത്യസ്തമായിരിക്കും. ऐसे प्रकार के काम करने वालों की सेवकाई अलगदाई है। അതുകൊണ്ട് ജനത്തിന് വിടുതലുണ്ടാകുമ്പോൾ മറ്റു ചിലർക്ക് അസ്വസ്ഥതയുണ്ടാകും. और हमारा प्रार्थना के द्वारा लोगों को छुटकारा दे मिलता है, तब औरों को दुख भरी हुई होता है। യേശു ഈ ഭൂമിയിൽ വന്നത് ബദ്ധന്മാരെ വിടുവിക്കുവാനത്രേ. यीशु मसीह पृथ्वी पर आया बंधुभाइयों को छुटकारा देने के लिए है। രോഗികളെ സൗഖ്യമാക്കുവാനും വേദനയിലിരിക്കുന്നവർക്ക് ആശ്വാസവും പകരുന്നതിന് വേണ്ടി അത്രേ നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുന്നത്. और बीमारियों को चंगाई दे, और बंद ग्रह में रहते हैं उनको चंगाई दे, छुटकारा देने के लिए है। അത് യേശു വരുന്നത് സാധാരണക്കാരായ ആളുകൾ ആവശ്യബോധത്തോടുകൂടി പ്രാർത്ഥിക്കുവാനും വരുന്നതായ പുറത്തുള്ളതായ പ്രാകാരത്തിലത്രേ. और यीशु मसीह आता है और लोग आराधनालय में आते हैं, उनका दुख से भरते हैं जो लोग छुटकारा के लिए आते हैं। ഫസ്റ്റ് കൊരിന്ത്യൻസ് 3:16. पहले कोरिन्थी 3 अध्याय 16 पद में ऐसा लिखा है, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? और पहले कोरिन्थी 3 अध्याय 16 पद में लिखा है, तुम परमेश्वर की मंदिर है, परमेश्वर की आत्मा तुम्हारे में वास करते हैं। അതെ, ക്രിസ്തു വസിക്കുന്നതായ ആലയമായ നമുക്കും ഒരു ശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നു. यीशु मसीह वास करते हैं, एक आराधना भवन होना चाहिए। നാം രക്ഷിക്കപ്പെട്ടവരാണ് എങ്കിൽ തന്നെയും പല പൈശാചിക സ്വാധീനങ്ങളും നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും നമുക്ക് കാണുവാൻ കഴിയും. वो हम उद्धार पाए हुए लोग हैं, फिर भी कई प्रकार की शैतान के काम भी देखते रहते हैं। അതെ, നമ്മുടെ ജീവിതത്തിലെ ചില മേഖലകളിൽ ഒരു വിടുതൽ നമുക്ക് ആവശ്യമായിരിക്കുന്നു. हमारा कुछ काम कार्यों में छुटकारा की जरूरत है। നമുക്ക് കർത്താവിന്റെ സഹായം കൂടിയേ തീരുള്ളൂ. मसीह की सहाय हमको मिलना चाहिए। യേശു ക്രിസ്തു വളരെ ഗൗരവമായിട്ട് എടുക്കുകയായിരുന്നു അവിടെയുള്ളതായ തെറ്റായിട്ടുള്ളതായ പ്രവണതകളെ. यीशु मसीह ने गर्व से अपनाया ये आराधनालय के अंदर गलत शिक्षा, गलत काम करने की देखने में। ആലയത്തെ കുറിച്ചുള്ളതായ എരിവ് തന്നെ ദഹിപ്പിച്ചു കളഞ്ഞു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. और आराधनालय की मंदिर की और देखते हुए उनका मन इतना और गर्व हो गया है। തന്റെ വിലയേറിയ രക്തം വിലയായി കൊടുത്തത്രേ നമ്മെ ഓരോരുത്തരെയും കർത്താവ് സ്വന്തമാക്കിയിരിക്കുന്നത്. मसीह की बहुमूल्य लोहू देते हुए शैतान की गिरावट से हमको मोल लिया है, खरीद लिया है। എന്നാൽ തന്റെ ജനം പലവിധമായ വ്യാധികളാലും പൈശാചിക പോരാട്ടത്തിലും ആയിരിക്കുന്നത് തനിക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യം അത്രേ. और मसीह के लोग इतनी वेदना भरते हैं
जो मसीह वो देखते हुए दुखी हुई है। നാം കർത്താവ് തന്റെ രക്തം ചിന്തി അത് നമ്മെ വിലയ്ക്ക് വാങ്ങി സ്വന്തമാക്കിയിരിക്കുക അത്ര ചെയ്യുന്നത്. मसीह ने अपना लोहू, मसीह का लोहू बहाकर शैतान की वश में से हमको मोल लिया है, खरीद लिया है। നമ്മെ രാജകീയ പുരോഹിത വർഗമായിട്ടത്ര കർത്താവ് കണ്ടിരിക്കുന്നത്. हमें राजकीय पदवी में और याजक की पदवी में मसीह लाया है। നാം ദൈവത്തിന്റെ സ്വന്തം ജനമത്രേ. और मसीह की स्वयं संतान बना दिया है। എന്നാൽ പൈശാചിക അടിമത്തത്തിന് കീഴിലായിരിക്കുന്നത് കാണുമ്പോൾ ദൈവത്തിന് അത് അംഗീകരിക്കുവാൻ കഴിയത്തില്ല. और शैतान के कामकारियों में गिर पड़ते हैं और मसीह को अंगीकार नहीं करते हैं। തന്റെ ജനത്തിന്റെ വിടുതലിന് തടസ്സമായി നിൽക്കുന്ന വ്യവസ്ഥകളെ യേശു ക്രിസ്തു അംഗീകരിക്കുന്നില്ല. और मसीह का कामकार्य के विरोध में करने वाले जो चीज को देखते हुए मसीह अंगीकार नहीं देता है। തന്റെ ജനത്തിന്റെ വിടുതലിന് വേണ്ടി താൻ വളരെ തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു രംഗമത്ര ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. मसीह के लोगों के लिए, छुटकारा के लिए मसीह ने इतनी अधिक भार उठा दिया है। ദൈവജനത്തെ പീഡിപ്പിക്കുന്ന പൈശാചിക ശക്തികൾ അവരുടെ ജീവിതത്തിൽ നിന്നും പുറത്തു പോയേ മതിയാകൂ. और मसीह के लोगों को पीड़ित करते हैं। जो शैतान की वश में से बाहर आना मसीह का काम कार्य है। അതെ, കർത്താവിന്റെ സ്വന്തം അത്രേ നാം ഓരോരുത്തരും. मसीह का ही है हम अब सब। നാം രോഗത്തിലും വേദനയിലും നിരാശയിലുമായിരിക്കുമ്പോൾ അത് കർത്താവ് തന്റെ തീഷ്ണതയെ ജ്വലിപ്പിക്കും. और हमारे हम दुख में हैं, कष्ट में हैं, वेदना में हैं, तब मसीह क्रोधित होकर खड़े होते हैं। തന്റെ ജനത്തെ സ്വതന്ത്രരാക്കുക എന്നുള്ളതത്രേ, അതിനെന്ത് വിലയും കൊടുക്കുവാൻ കർത്താവ് തയ്യാറത്രേ. और मसीह के लोगों को आजादी में लाए, ये बात मसीह की काम है। നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗവും അത് കർത്താവിനുള്ളതത്രേ. അത് ആർത്രൈറ്റിസിനോ അല്ലെങ്കിൽ ആസ്മയ്ക്കോ ടിബിക്കോ ക്യാൻസറിനോ ഉള്ളതല്ല. और मसीह की शरीर मंदिर हम होवे तो कई प्रकार की बीमारियों को देने के लिए हमारा शरीर मसीह छोड़ता नहीं है। നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെയുള്ളതായ അത് വേദനാപരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ട് എങ്കിൽ തന്നെയും നാം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. और हमारा शरीर में ऐसे प्रकार की बीमार हाल होवे तो भी हम मसीह का शरीर बन जाते हैं। നമുക്കും അതെ, ഈ ആലയത്തിന്റെ ഒരു ശുദ്ധീകരണം എന്നതുപോലെ തന്നെ ആലയത്തിൽ വന്നതായ വാണിഭക്കാരെ, കച്ചവടക്കാരെയൊക്കെയും അവരുടേതായ വിൽപ്പന വസ്തുക്കളെയൊക്കെ യേശു വലിച്ച് പുറത്തേക്ക് എറിഞ്ഞതുപോലെ നമുക്കും ഒരു ആന്തരികമായ ശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നു. और मसीह हमारे में यही चाहते हैं। और मसीह मंदिर में, आराधनालय में जाकर वहां पर शुद्ध पवित्र किया। इसी नाई हमारा जिंदगी में मसीह की आत्मा के विरोध में जो कुछ काम है, हम अपना आपको सब कुछ त्याग कर शुद्ध करना हमारा कर्तव्य है। ദൈവത്തിൽ നിന്നുള്ള അല്ലാത്തതായ എന്തിനേയും നമ്മുടെ ജീവിതത്തിൽ നിന്നും അത് പുറത്താക്കുവാൻ തക്കവണ്ണം തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമത്രേ നമുക്കുള്ളത്. और हमारा मसीह का काम कार्य के लिए हम उज्ज्वल शक्ति से मसीह के सामर्थ्य को अपनाना हमारा जीवन के कर्तव्य है। ഇവിടെ അത്ഭുതകരമായ ഒരു കാര്യം, നാം എല്ലാവരും തന്നെ കർത്താവായ യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി യേശുവിന്റെ സ്വന്തം ജനമത്രേ. हम सब मसीह को ग्रहण किए हुए सारे लोग यीशु मसीह की भवन की अंग है। പിശാചുക്കളെ കുറിച്ച് പറയുമ്പോൾ അവയ്ക്ക് ശരീരമില്ലാത്തതായ ജീവികളത്രേ. और शैतान के बारे में देखते हैं, उनको शरीर नहीं है। അതിന് എവിടെയെങ്കിലും കയറി പറ്റണം, എവിടെയെങ്കിലും ജീവിക്കണം. और कहाँ भी हो, बैठने का जगह किधर भी मिलता है वहां पर बैठ सकते हैं। അതിന് ആരുടെയും പെർമിഷൻ അത് നോക്കാറില്ല. कोई किसी का अनुमति जरूरत नहीं है। ജീവിതങ്ങളിൽ നുഴഞ്ഞു കയറി വളരെയധികം കഷ്ടപ്പെടുത്തുന്നതായ ഒരു വല്ലാത്തതായ പ്രകൃതമത്രേ ഈ പിശാചിനുള്ളത്.
और कोई किसी का हृदय में, जिंदगी में, घर में आकर उनका जीवन मसीह की रहित होने के लिए काम करने वाला है शैतान। ദൈവം ക്രിസ്തു സ്വന്തം ജനമാക്കി തിരഞ്ഞെടുത്തവരില് ഈ പിശാച് നുഴഞ്ഞു കയറി ഇരിക്കുകയാണെങ്കിൽ അത് നിയമവിധേയമല്ല. और यीशु मसीह अपनाया हुआ लोगों का घर में और जीवन में, शरीर में ये शैतान वास करना उचित नहीं है. യേശു ക്രിസ്തു നമ്മുടെ അതെ നമ്മുടെ യജമാനനായിരിക്കെ അവിടെ പൈശാചിക ശക്തികൾ നുഴഞ്ഞു കയറിയിരിക്കുകയാണെങ്കിൽ അത് നിയമാനുസൃതമല്ല. അത് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. और यीशु मसीह का अनुमति सिवा कोई किसी का घर में ये शैतान वास करेगा तो उनको हटाने का काम हमारा ही है. പലപ്പോഴും ഗവൺമെന്റ് അധികാരികൾ അനധികൃതമായി കുടിയേറുന്നവരെയൊക്കെ പുറത്താക്കാറുണ്ട്. ये गवर्नमेंट और उन्होंने अनधिकृत वास करने के लिए घर बना कर रखेगा तो उनको हटाते हैं, निकालते हैं. हम आजकल देखते हैं. ഒരു നാണവുമില്ലാത്തതായ ഒരു ജാതി എത്ര ഈ പിശാച്. और कुछ रास्ता सिवा, कोई अनुमति सिवा आते जाते हैं ये शैतान. നാം കർത്താവിന്റെ സ്വന്തം അത്രേ, അവന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയവരത്രേ. और मसीह के लोग, मसीह ने लोहू बहाकर खरीदा, मोल लिया हुआ है मसीह की लोग. നമ്മുടെ വിടുതൽ അതത്തെ കർത്താവിന് ഏറ്റവും പ്രാധാന്യമുള്ളത്. हमारा छुटकारा है मसीह की आग्रह. അതെ, എന്നാൽ നമുക്കും ഈ പിശാചിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായിട്ട് പുറത്താക്കുവാനുള്ള ആഗ്രഹം ഉണ്ടാകണം. हमारा आग्रह भी यही होना शैतान के जुर्म को ढांपने के लिए. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പിശാചുമായിട്ട് ചേർന്ന് ജീവിച്ച് അങ്ങനെ അത് ശീലിച്ചു പോയി, അങ്ങനെ തന്നെ ജീവിച്ചാൽ മതി എന്നവര് വിചാരിക്കുന്നു. और कई लोग ऐसा नहीं है, शैतान के कामकारियों को निकालने के लिए आग्रह नहीं रखते हैं. ऐसा भी जाएंगे और मरेंगे और ऐसा जिंदा करने वाले हैं. ഒരു വന്യമൃഗത്തെ നമ്മുടെ വീട്ടിൽ വളർത്തുന്നത് പോലെ ഇരിക്കും. और जंगली जानवरों को हमारा घर में पालते हैं, इसी नहीं है. അതെ, അതിനോടുകൂടി നമുക്ക് അതിനോടുകൂടിയുള്ള ജീവിതം നമുക്ക് വേണ്ട എന്ന് നാം തീരുമാനിക്കണം. और ये जंगली जानवरों की नाश करते हुए शैतान के काम के साथ हम रहना उचित नहीं, उनको त्याग करना. അതെ, ഈ കച്ചവട ചരക്കുകളെ പുറത്താക്കുവാൻ, അത് വ്യാപാരം ചെയ്യുന്നവരെ പുറത്താക്കുവാൻ അത്രേ യേശു വന്നത്. इसी प्रकार के धंधा करने वालों को और डाकुओं को कोह बनाते जो व्यक्तियों को बाहर निकालने के लिए मसीह आया है. യേശു ക്രിസ്തു നമ്മുടെ ജീവിതങ്ങളില് ഒരു വിടുതൽ നൽകുവാൻ ആഗ്രഹിക്കുന്നു. यीशु मसीह हमारा जिंदगी में एक छुटकारा देने के लिए चाहता है. അതെ, പിശാചിന്റെ അധിവാസമുണ്ടെങ്കിൽ അവിടെ പീഡനം അത്രേ. शैतान की अधिकार कोई किसी घर में या व्यक्तियों में है, वो पीड़ित रहेंगे. നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് നഷ്ടമാകും. और मसीह का आनंद तुम्हें नष्ट हो जाएगा. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകത്തില്ല. तो तुम्हारा जिंदगी में उन्नति नहीं मिलता है. എന്നും രോഗവും ദുരിതവും കടഭാരവുമായിരിക്കും. हर एक समय बीमार है, दुख है और उधार में है. ആ ശാപത്തിന്റെ നുകങ്ങളെ തകർക്കുവാൻ തക്കവണ്ണം യേശു ശാപമരത്തിൽ കയറി. यीशु मसीह वो श्राप को हटाने के लिए श्राप की क्रूस उठाया है. നമ്മുടെ പാപത്തിന്റെ പരിഹാരമായിട്ട് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപം അവൻ വഹിച്ചു. हमारा पाप के गुनाह के बदले हमारा मसीह शरीर में हमारा पाप गुनाह को अंगीकार किया है. അപ്പൊ യേശു ചെയ്തതായ ആ യെരുശലേം ദേവാലയത്തില് അന്ന് ചെയ്തതായ പ്രവൃത്തികൾ എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. और यरूशलेम आराधनालय में मंदिर में मसीह क्या किया है वो हम देखेंगे. അവിടെ യേശു അവിടെ വിൽപ്പനക്കാരെയൊക്കെ പുറത്താക്കിയെന്ന് നാം കണ്ടു കഴിഞ്ഞു. और वहां पर बिक्री करने वाला, धंधा करने वालों को बाहर निकाला. हाँ, वो बात हम देखा था.
നമ്മുടെ ഒരു വ്യക്തിപരമായ ജീവിതങ്ങളിൽ നോക്കും യേശുവിന്റെ മന്ദിരമാകുന്ന നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളെ യേശു പുറത്താക്കുവാൻ ആഗ്രഹിക്കുന്നു. और मसीह हमारे में भी यही चाहता है, जो हमारा मसीह की मंदिर बनाया मैं और आपकी जिंदगी में मसीह की ओर आने के विरोध में कुछ लाभ की बात हो, वो निकालने के लिए यीशु चाहते हैं. ദൈവമക്കളുടെ ജീവിതങ്ങളെ ദുരിതപൂർണമാക്കുവാൻ തക്കവണ്ണം അവൻ കൊണ്ടുവന്ന് സ്ഥാപിച്ചതായ രോഗങ്ങളെയൊക്കെയും എടുത്തു മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. हमारा मसीह यही चाहता है, शैतान लाता हुआ बीमार की जो हाल हटाने के लिए. ഇത് ദൈവാലയത്തിലുള്ളതായ ദൈവാലയത്തിന്റെ ഒരു ഭാഗമല്ല, ये आराधनालय की एक भाग नहीं है. തിരുവചനത്തിൽ നാം വായിക്കുന്ന ഈ ലോകം മുഴുവനും പിശാചിന്റെ അധീനതയിൽ കിടക്കുന്നു എന്നത്രേ. बाइबल में ये सिखाते हैं दुनिया पूरा शैतान की अधीन में है. ഈ ശാപങ്ങളും രോഗങ്ങളും ഒക്കെയും ആത്മീയമായിട്ട് മരിച്ചവർക്കുള്ളതത്രേ. ये श्राप ये सारे सब मरे हुए व्यक्तियों के लिए है. അതെ, പിശാചിന്റെ സ്വാധീനത്തിൽ ജീവിക്കുന്നവർക്കത്രേ ഇതൊക്കെ വന്ന് ഭവിക്കുന്നത്. शैतान की अधिकार में रहने वालों को ये सब कुछ आते हैं. നമ്മുടെ അതിക്രമങ്ങൾ എല്ലാം കർത്താവ് ക്ഷമിക്കുന്നതിന് തയ്യാറായി. हमारे सारे अपराधों गुनाहों मसीह क्षमा देता है. ലോകത്തിന്റെ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുവാൻ നാം അനുവദിക്കരുത്. संसारी की आत्मा हमारे में कार्य करने के लिए हम अनुमति ना देना. പൈശാചിക ശക്തികൾ നമ്മെ നിയന്ത്രിക്കുവാൻ അനുവദിക്കരുത്. शैतान की काम प्रभुता करने के लिए अनुमति हम ना देना. പല ദൈവമക്കളുടെയും ജീവിതത്തില് ഭയത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. और कई विश्वासी जनों की जिंदगी में भय की जो आत्मा कार्य करते हैं. കർത്താവ് പറഞ്ഞത് ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നത്രേ. मसीह ने हमें सिखाया भय मत मानो और विश्वास करो. അതെ, നിരന്തരം ഭയത്തിൽ ജീവിക്കുന്നതായ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടാകത്തില്ല. और निरंतर भय में रहने वाले कोई उन्नति नहीं पा सकते. പിശാചിന് നിങ്ങളുടെ ജീവിതത്തില് കാലെടുത്ത് ചവിട്ടി വെക്കുന്നതിനുള്ളതായ ഒരു പടി എത്രേ ഭയം എന്ന് പറയുന്നത്. और भाई शैतान को हमारा जिंदगी में पैर रखने के लिए अनुमति है, ये हमारा जिंदगी ना होना. ഭയം വന്നു കഴിഞ്ഞാല് ജീവിതത്തില് ഒരു സ്ഥിരതയും ഉണ്ടാകുന്നില്ല. भय आएगा तो हमारा जिंदगी को कुछ स्थिर नहीं रख सकते. ദൈവത്തിന്റെ ആലയമായിരിക്കുന്നതായ വിശ്വാസികളുടെ പലരുടെയും ജീവിതത്തില് ഈ സ്പിരിറ്റ് ഓഫ് ഫിയർ, ഭയത്തിന്റെ ആത്മാവിനെ നമുക്ക് കാണുവാൻ കഴിയും. और पुराना नियम में या मसीह रहित रहने वालों के हृदय में ये भयभीत होता है. അതുകൊണ്ട് തിരുവചനത്തിൽ ഉടനീളം നാം കാണുന്നത് ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ഭയപ്പെടരുത് എന്നത്രേ. इसी कारण में बाइबल में हमारा मसीह की संदेश यही है, भय मत करो. പലവിധത്തിലുള്ളതായ പൈശാചികമായിട്ടുള്ളതായ സ്വാധീനങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. कई प्रकार की मसीह की अनुग्रह और जहद ये दोनों मनुष्यों के जीवन में चलते हैं. പലരും ഇമ്മോറലായിട്ട് ജീവിക്കുന്നുണ്ട്. അത് പൈശാചിക സ്വാധീനം അത്രേ. और कई लोग शारीरिक अभिलाषाओं में जीते हैं, ये मनुष्य की स्वभाव है. അത് പിശാചിനെ വിളയാടുന്നതിനുള്ളതായ ഒരു ചന്തസ്ഥലമല്ല ഒരു ദൈവ പൈതലിന്റെ ജീവിതം എന്ന് പറയുന്നത്. और शैतान को काम करने के लिए एक बाजार की नहीं होना मसीह की लोगों का जिंदगी. അതുകൊണ്ട് ആ അന്ധകാര ശക്തികൾ ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും എന്നേക്കുമായിട്ട് മാറിപ്പോകട്ടെ. आज दिन परमेश्वर की वचन बांटने का ही समय, ये शैतान के काम से अपना घर बच जाए. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ്റെതായ മന്ദിരം അത്രേ. हम परमेश्वर की मंदिर है हमारा जिंदगी जीवन. അത് മാത്രമല്ല, യേശു ക്രിസ്തു അവിടെയുള്ളതായ കച്ചവടക്കാരുടേതായ മേശയെല്ലാം അത് തള്ളിയിട്ടു. और केवल इतना ही नहीं, बिक्री करने वालों को मेष को उल्टा डाल दिया है मसीह. ഒരു ദൈവപൈതലിൻ്റെതായ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ളതായ ശക്തി കേന്ദ്രങ്ങളെ കുറിച്ച് അത്രേ പറയുന്നത്. और विश्वासी गणों की
हृदय की, जिंदगी की, मन की भावनी वहां पर बताया है। നമ്മുടെ മാനസിക അവസ്ഥ മാറണം. हमारा मन की भावनी बदलना चाहिए। നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. हम मन फिरावट हमारा जीवन में होना चाहिए। നമ്മുടെ നിലപാടുകളിൽ വ്യത്യാസം വരണം. हमारा जिंदगी के कामकारियों को बदलावट मिलना चाहिए। നമ്മെ ഭരിച്ചു നടത്തുന്ന പൈശാചിക ചിന്തകളിൽ നിന്ന് നാം പുറത്തു വരണം. हमें हुकूमत करते हुए शैतान के काम से हम बाहर आना चाहिए। എനിക്ക് പരാജയമേ ഉണ്ടാവൂ എന്നുള്ളതായ ആ ഒരു ചിന്ത നമ്മെ വിട്ട് മാറേണ്ടിയിരിക്കുന്നു. हमें पराजित है ये कल्पना, ये चिंता हमारे में से बाहर निकालना चाहिए। അതെ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഡോമിനേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായ ആ പൈശാചിക മേശകളെ അത് വലിച്ചെറിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. हमारे ऊपर प्रभुता करते हैं शैतान की, इसी प्रकार की मेष को उल्टा डालना हमारा आवश्यकता है। ദൈവത്തിന്റെ പരിജ്ഞാനത്തിനെതിരായി പൊങ്ങുന്ന ദുഷ്ടന്റെ ആലോചനകളെ പിടിച്ചടക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ആലോചന പറയുന്നു. और मसीह की आलोचना हमें सुबह ही समय यही देता है, शैतान की जुल्म से उद्धार पाए। അതിനുശേഷം ദൈവവചനത്താൽ നാം നിറയപ്പെടേണ്ടിയിരിക്കുന്നു. उसके बाद में परमेश्वर के वचन से हम भरपूरता में आए। നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വൈകാരികമായിട്ടുള്ളതായ അഥവാ ആന്തരികമായിട്ടുള്ളതായ ഒരു സൗഖ്യമത്രേ. और यीशु मसीह की ओर आकर प्रार्थना करते हैं, आराधना करते हैं। सचमुच आराधना की योग्य मसीह हमारा हृदय में आता है। ആരാധനാ സ്ഥലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതായ പാപക്ഷമ ലഭിക്കുന്ന സ്ഥലമത്രേ. आराधनालय यही है, पाप की क्षमा, मुक्ति मिलता हुआ जगह है। ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പാപക്ഷമ പ്രാപിക്കുമ്പോൾ നമുക്ക് ആന്തരികമായി സൗഖ്യം ഉണ്ടാകും. और हम अपना पाप को और मसीह की ओर बताए, मसीह से अनुग्रह पाए और पाप में से क्षमा मिल जाता है। യേശു പുറത്തുള്ള പ്രാകാരത്തിൽ ചെന്നപ്പോൾ, തന്റെ ജനത്തെ സന്ദർശിച്ചപ്പോൾ അവിടെ പ്രാർത്ഥനയും ആരാധനയും സ്തുതിയും ഉയരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. और मसीह ने जिन स्थान में गया वहां पर स्तुति, आराधना, महिमा परमेश्वर को देखता है, वो देख ना पाया है। വിടുതൽ പ്രാപിച്ച ജനം ദൈവത്തെ സ്തുതിക്കും, നന്ദി കരേറ്റും. छुटकारा पाया हुआ लोग मसीह को स्तुति आराधना देता है। ദൈവത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചതായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പൈശാചിക ഒരു കാലത്ത് നമ്മെ ബന്ധിച്ചു വെച്ച പൈശാചിക ശക്തികളോട് അത് സന്ധിയില്ലാത്തതായ ഒരു യുദ്ധം തന്നെ നാം ചെയ്യാൻ തയ്യാറാവണം. और मन भराया और यीशु को अपनाया हुआ लोग शैतान के विरोध में लड़ते हुए आजादी पाकर मसीह को आराधना करना हमारा आवश्यकता है। വിടുതൽ പ്രാപിച്ച ജനം ദൈവത്തെ അത്യുച്ചത്തിൽ പാടി മഹത്വപ്പെടുത്തുമ്പോൾ അവരുടെ മുമ്പുള്ളതായ തടവറകൾ അത് തകർന്നു വീഴും. मसीह को पाया हुआ लोग के घर में स्तुति आराधना आता है, बंदी गृह से शैतान के काम से हम वो बाहर आ सकते हैं। 149 സങ്കീർത്തനം 149वां भजन संगीता में അതിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുന്നു. और 6 और 7वां पद में അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിനും उनके खंड से परमेश्वर की प्रशंसा हो और उनके हाथों में दोधारी तलवार रहे कि वे जाति जाति के पलटा ले सके और राज्य राज्य की लोगों के ताड़ना दे। വിടുതൽ പ്രാപിച്ച ജനം, ജയാളികളായ ജനം, അവർ പിന്നെയും വാഴേണ്ടവരത്രേ. और शैतान के कामों से विजय पाए हुए लोग मसीह में से अनाथ काल तक जीने के लिए तैयार होना चाहिए। വിടുതൽ പ്രാപിച്ച ജനത്തിന്റെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയും അതുപോലെ തന്നെ ആരാധനയും സ്തോത്രവും അത്രേ. और छुटकारा पाया हुआ लोगों की और हथियार यही है, प्रार्थना, आराधना और धन्य देना। യേശു ആരാധനാലയത്തിൽ പോവുകയും അവിടെ വചനം പഠിപ്പിക്കുകയും ചെയ്തു. यीशु मसीह ने आराधनालय की ओर गई, वहां पर वचन सिखाया था। നാം ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടതായ വ്യക്തികളായിരുന്നു.
हम जंजीर से बांधे हुए लोग थे, അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു. वह हमारे साकड़ों से और बेड़ियों से बांधे हुए लोग थे, प्रभु ने उनको छुटकारा दी है। അതെ, ഒരു കാലത്ത് നമ്മെ ബന്ധിച്ചിരുന്നതായ ആ പൈശാചിക ശക്തികളോട് യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം, അവനെ തകർക്കുവാൻ തക്കവണ്ണം അത് വിടുതൽ പ്രാപിച്ച ജനം, അത് റെഡീംഡ് പീപ്പിൾ, അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. और 149वां भजन संहिता 8वां पद में लिखा है, और उनके राजाओं को सांगलों से और उसके प्रतिष्ठित पुरुषों को लोहे की बेड़ियों से जकड़ रखे। കർത്താവ് നമ്മെ വിടുവിച്ചത് അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങുകളാലും ബന്ധിക്കേണ്ടതിനും എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിനും തന്നെ. और मसीह की वचन यही बताता है, और उनके प्रतिष्ठित पुरुषों को लोहों की बेड़ियों से सगड़ रखे। അതെ, ജനത്തെ അടിമപ്പെടുത്തിയിരുന്ന പൈശാചിക ശക്തികളുടെ മേൽ ജയമെടുക്കുക, അതിനോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് ദൈവമക്കളുടേതായ ഒരു പദവി അത്രേ. और इससे यीशु मसीह को अपनाया हुआ लोगों को शैतान घर रहना, उनका गुलाम ही रखना, ये शैतान के काम को तोड़ना हमारा काम कार्य है। വിടുതൽ പ്രാപിച്ച ജനത്തിന്റെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. और मसीह को अपनाया हुआ लोगों को और हाथ में झंडा और दोधारी तलवार भी होना चाहिए। അതെ, ദൈവത്തിന്റെ മന്ദിരം എന്ന നിലവാരത്തിൽ തന്നെ ആയിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. और यीशु को अपनाया हुआ लोगों और मसीह की वश में रहते हुए आनंद मनाकर यीशु को स्तुति आराधना देने के लिए शैतान की वश में से उद्धार रक्षा प्राप्त कर मसीह के लिए जिए। ये वचनों से आप सबों को अनुग्रह आशीष दिया दे।